മൂന്ന് ടൈമൊന്നുമല്ല കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയം. ജയിക്കണം. അതിന് ജയിക്കാൻ അറിയുന്നവർ തന്നെ കളത്തിലിറങ്ങണം, സ്ഥാനാർത്ഥികളിറങ്ങണം. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും യോഗ്യരായവരെ തന്നെ കളത്തിലിറക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തിരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്നതും ആ ഉറപ്പിലുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഫെബ്രുവരിയിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് ലീഗിനെന്ന് വ്യക്തമാക്കിയ സലാം ഒന്നുകൂടി വ്യക്തമാക്കി, UDF-ൽ ഒരു പ്രശ്നത്തിനും ലീഗ് നിൽക്കില്ല. സീറ്റുകൾ വച്ച് മാറുന്നുണ്ടെങ്കിൽ അത് വിജയ സാധ്യത മാത്രം പരിഗണിച്ചാകും. 3 ടേം മത്സരിച്ചവർ, ജയിച്ചവർ, തോറ്റവർ ഇവരൊക്കെ ലീഗ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നത് ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ കൂടി ശക്തമായ പോരാട്ടത്തിന് മുസ്ലിം ലീഗിനെ സജ്ജമാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിലിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 3 ടൈം ഇതുവരെ മത്സരിച്ചവർക്കും മത്സരിക്കാം. പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെ അനുഗ്രഹാശിസുകളും പിന്തുണയും ഈ വിഷയത്തിൽ ഒപ്പമുണ്ട്. മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന പാണക്കാട് തങ്ങളുടെ നിലപാട് സംബന്ധിച്ച് UDF കൂടുതൽ ചർച്ച ചെയ്യും. സൗഹാർദ്ദപരമായി അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് ലീഗിൻ്റെ ഒരു നിലപാട്. UDF-നും ലീഗിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായിരുന്നു. അതിൽ അഭൂതപൂർവമായ വിജയമാണ് UDF-നും ലീഗിനും ലഭിച്ചത്. ഇനി ഫൈനൽ മത്സരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടിയും UDF-ഉം ഒറ്റക്കെട്ടായി നിൽക്കും. ജനുവരിയിലെ UDF-ൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് എന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥികളെയും ലീഗ് തന്നെ പ്രഖ്യാപിക്കും. അതിൽ ഒരു വിമത ശബ്ദവും ഇത്തവണ ഉയരില്ല. അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗിനുള്ളിൽ വിമതരല്ല ശബ്ദം ഉയർത്തിയിരുന്നത്, പ്രാദേശികമായ വികാരങ്ങളായിരുന്നു. പലപ്പോഴും ലീഗ് നേതൃത്വമായ വികാരങ്ങളെ മാനിച്ചിട്ടുമുണ്ട്. പലപ്പോഴും എന്നല്ല, മിക്കപ്പോഴും, ഒട്ടുമിക്കപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് UDF-ൽ നിന്ന് കരുത്തരായ ചില MLA-മാരെ നൽകാൻ ലീഗിന് സാധിച്ചത്. ഇത്തവണയും 2026 ചിത്രം മറ്റൊന്നുമല്ല. കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെ ലീഗിന് വേണ്ടി കളത്തിൽ കളിക്കാനിറങ്ങും. ഫൈനൽ മത്സരമാണ്. ഫൈനലിൽ അവർ കപ്പും കൊണ്ടാണ് തിരിച്ചെത്തുക. നിയമസഭയിലേക്ക് കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെ അങ്ങനെ ലീഗ് പറഞ്ഞയക്കാൻ തയ്യാറെടുത്ത് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തന്ത്രങ്ങൾ UDF-ന് സമരസപ്പെട്ടു പോകുന്ന തന്ത്രങ്ങളാകും. അല്ലാതെ വിമത ശബ്ദമുയർത്തിയോ UDF എന്ന മുന്നണിക്കുള്ളിൽ മസിൽ പവർ കാട്ടിയോ വിരട്ടൽ തന്ത്രങ്ങൾ പുറത്തെടുത്തോ ഒന്നുമാകില്ല ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ ആ തേരോട്ടം ആരംഭിക്കുക. പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നും ഒന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അത് മനസ്സാ കർമ്മണ അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നയരേഖയിൽ ഊന്നിയാകും ഓരോ ലീഗിന് അനുവദിച്ച മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ഇത്തവണ വിമതന്മാർ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പെന്നാണ് PMA സലാം നൽകുന്ന ഉറപ്പ്.